ASB അക്കാദമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അബ്ദുള്ള. ഞാനാണ് ASB അക്കാദമിയിൽ ബയോളജി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഓപ്ഷൻ എ മന്ത്, ഓപ്ഷൻ ബി റുബല്ല, ഓപ്ഷൻ സി അഞ്ചാം പനി, ഓപ്ഷൻ ഡി എയ്ഡ്സ്. ഇതിന് ഉത്തരം ആർക്കെങ്കിലും അറിയാവോ? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ആർക്കെങ്കിലും അറിയാവോ? ആരെങ്കിലും മനസ്സിലോട്ട് ഇതിന്റെ ഉത്തരം വരുന്നുണ്ടോ? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ചോദിച്ചാൽ അത് റുബല്ലായ. അപ്പൊ ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? റുബല്ല. അടുത്തതായിട്ട് മന്ത് രോഗം എങ്ങനെ അറിയപ്പെടുന്നത്? എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അതേതാ? അത് മന്ത് രോഗമാ. അപ്പൊ അഞ്ചാം പനി എന്ന് പറഞ്ഞാൽ എന്തോ? അഞ്ചാം പനി മീസിൽസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗമാണ് എന്തുവാ? അതാണ് അഞ്ചാം പനി. അടുത്ത കുട്ടികളെ, എയ്ഡ്സ് എങ്ങനെ അറിയപ്പെടുന്ന എയ്ഡ്സ് രോഗം? ഗ്രിഡ് രോഗം, സ്ലിം രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം ഏതാ കുട്ടികളെ? അതാണ് എയ്ഡ്സ്. അപ്പൊ ജർമ്മൻ മീസിൽസ് എന്തുവാ? ജർമ്മൻ മീസിൽസ് റുബല്ല. അപ്പൊ എലിഫന്റിയാസിസ് എന്തുവാ? എലിഫന്റിയാസിസ് മന്ത്. അപ്പൊ മീസിൽസ് എന്തുവാ? മീസിൽസ് അഞ്ചാം പനി. അപ്പൊ എയ്ഡ്സ് രോഗം എങ്ങനെയൊക്കെ അറിയപ്പെടും? ഗ്രിഡ് രോഗം, സ്ലിം രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗവേദ എയ്ഡ്സ് രോഗം. അപ്പൊ കുട്ടികളെ, ഹീമോഫീലിയ രോഗം എങ്ങനെ അറിയപ്പെടുന്നേ? ഹീമോഫീലിയ ക്രിസ്മസ് രോഗം. അടുത്ത എന്തുവാ? ബ്ലീഡേഴ്സ് രോഗം. അടുത്ത എന്തുവാ? രാജകീയ രോഗം അല്ലെങ്കിൽ റോയൽ ഡിസീസ്. അപ്പൊ ഹീമോഫീലിയ രോഗം എങ്ങനെയൊക്കെ അറിയപ്പെടും? ക്രിസ്മസ് രോഗം, രാജകീയ രോഗം അല്ലെങ്കിൽ റോയൽ ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ്. ഇത്ര എന്തുവാ? ഹീമോഫീലിയ. കുട്ടികളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചോ. പവിത്ര എന്നത് എന്തിന്റെ സങ്കരയിനം വിളയാണ്? പവിത്ര. ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി തെങ്ങ്, ഓപ്ഷൻ സി വഴുതനങ്ങ, ഓപ്ഷൻ ഡി വെണ്ട. അപ്പൊ പവിത്ര എന്നത് എന്തിന്റെ സങ്കരയിനം വിളയാ? ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയാവോ? പവിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? അത് നെല്ല് വിളയാണ് പവിത്ര. അപ്പൊ പവിത്ര എന്നത് നെല്ലിന്റെ വിളയാ. നെല്ലിന്റെ മറ്റു വിളകൾ ഏതാ കുട്ടികളെ? നെല്ലിന്റെ വേറെ ഒരുപാട് വിളകളുണ്ട്. എന്തൊക്കെയുണ്ട്? വിരിപ്പുണ്ട്, മുണ്ടകനുണ്ട്, പുഞ്ച ഉണ്ട്, അടുത്ത എന്തുവാ? കൈരളി ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? നെല്ലിന്റെ മറ്റു വിളകൾ ഏതൊക്കെയാ? വിരിപ്പ്, പുഞ്ച, മുണ്ടകൻ, കൈരളി. അടുത്ത നമുക്ക് പറയാൻ പോകുന്നത് തെങ്ങ് വിളകൾ ഏതൊക്കെയാ കുട്ടികളെ? തെങ്ങിന്റെ വിളകൾ ഏതൊക്കെയാന്ന് ആർക്കെങ്കിലും അറിയാം? തെങ്ങിന്റെ വിളയാണ് കേരഗംഗ. കേരഗംഗ, ലക്ഷഗംഗ. അടുത്ത എന്തുവാ? ചന്ദ്രശങ്കര. അടുത്ത എന്തുവാ? ലക്ഷദ്വീപ് ഓർഡിനറി. അടുത്ത എന്തുവാ? കൊച്ചിൻ ചൈന. അപ്പൊ തെങ്ങ് വിളകൾ ഏതൊക്കെയാ? കേരഗംഗ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. അടുത്ത എന്തുവാ? ലക്ഷദ്വീപ് ഓർഡിനറി. അടുത്ത എന്തുവാ? കൊച്ചിൻ ചൈന. അടുത്ത എന്തുവാ? T/D. അടുത്ത എന്തുവാ? D/T. അപ്പൊ എന്തൊക്കെയാ? T/D ഉണ്ട്, D/T ഉണ്ട്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന കുട്ടികളെ വഴുതനങ്ങ. ഈ വഴുതനങ്ങയുടെ വിളകൾ ഏതൊക്കെയാ ഉള്ളത്? വഴുതനങ്ങ വിളകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൂര്യ. അടുത്ത എന്തുവാ? ശ്വേത. അടുത്ത എന്തുവാ? ഹരിത. അടുത്ത എന്തുവാ? നീലിമ. അപ്പൊ വഴുതനങ്ങ വിളകൾ ഏതൊക്കെയാ? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. കുട്ടികളെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വെണ്ട വിളകൾ ഏതൊക്കെയാ? വെണ്ട വിളകൾ ഒന്നാമത്തത് കിരൺ. അടുത്ത എന്തുവാ? അർക്ക. അടുത്ത എന്തുവാ? അനാമിക. അടുത്ത എന്തുവാ? സൽകീർത്തി. അപ്പൊ വെണ്ട വിളകൾ ഏതൊക്കെയാ കൊച്ചുങ്ങളെ? വെണ്ട വിളകള് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കുട്ടികളെ, അടുത്ത ചോദ്യത്തോട്ട് നമുക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാ? സ്റ്റിറോയിഡ് വിറ്റാമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി, ഓപ്ഷൻ സി വിറ്റാമിൻ സി, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ഇതിന്റെ ഉത്തരം എന്തുവാ? സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. അപ്പം വിറ്റാമിൻ ഡി എങ്ങനെ അറിയപ്പെടുന്ന? സ്റ്റിറോയിഡ് വിറ്റാമിൻ. കുട്ടികളെ, നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. വിറ്റാമിൻ ഡി പിന്നെ എങ്ങനെയൊക്കെ അറിയപ്പെടും?
സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അടുത്ത എന്തുവാ? ആന്റി റിക്കറ്റ്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അടുത്ത എന്തുവാ? സപ്ത സമുദ്രത്തിലെ എണ്ണ എന്നറിയപ്പെടുന്നു. അടുത്ത എന്തുവാ? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. കുട്ടികളെ, അപ്പം വിറ്റാമിൻ ഡി എങ്ങനെയൊക്കെ അറിയപ്പെടും? സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അടുത്ത എന്തുവാ? ആന്റി റിക്കറ്റ്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അടുത്ത എന്തുവാ? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അടുത്ത എന്തുവാ? സപ്ത സമുദ്രത്തിലെ എണ്ണ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെ? അതും വിറ്റാമിൻ ഡി തന്നെ. കുട്ടികളെ, നമുക്കിനി അടുത്ത ചോദ്യത്തോട്ട് പോവാം. അടുത്തത്, ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ? ചോദ്യം ഒന്നുകൂടെ പറയാ. ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ? ഓപ്ഷൻ എ ക്ഷയം, ഓപ്ഷൻ ബി എയ്ഡ്സ്, ഓപ്ഷൻ സി കുഷ്ഠം, ഓപ്ഷൻ ഡി ക്യാൻസർ. ഇതിനുത്തരം എന്തെന്ന് ആർക്കെങ്കിലും അറിയാവോ? ആരുടെയെങ്കിലും മനസ്സിലേക്ക് ഉത്തരം കടന്നു വരുന്നുണ്ടോ? ഞാൻ പറയാം. ഉത്തരം കുഷ്ഠരോഗമാ. അപ്പൊ കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാ എൽസ. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് പറയാം. സ്കൂൾ കുട്ടികളുണ്ടല്ലോ, സ്കൂൾ കുട്ടികൾ. ഈ സ്കൂൾ കുട്ടികളിൽ കുഷ്ഠരോഗത്തെ പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആർക്കെങ്കിലും അറിയാവോ? അത് ബാലമിത്രയാ. അപ്പൊ എന്ത് കുട്ടികളെ? ബാലമിത്ര. സ്കൂൾ കുട്ടികളിൽ കുഷ്ഠരോഗത്തെ പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. അപ്പൊ കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാ? അത് എൽസായ. അപ്പൊ കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പ്രചാരണത്തിന്റെ പേരെന്തുവാ? അത് അശ്വമേധം എന്നാണ്. അപ്പൊ കുട്ടികളെ, എയ്ഡ്സ് രോഗത്തെ പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി എന്തുവാ? എയ്ഡ്സ് രോഗത്തെ പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുർദളം. അപ്പൊ ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാ? അതിന്റെ പേരാണ് അക്ഷയ കേരളം. അപ്പൊ ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാ? അതിന്റെ പേരാണ് അക്ഷയ കേരളം. കുട്ടികളെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ശ്രദ്ധിച്ചോ കുട്ടികളെ? ലോക ഹൃദയ ദിനം എന്നെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആർക്കെങ്കിലും അറിയാവോ? ഓപ്ഷൻ എ സെപ്റ്റംബർ 29, ഓപ്ഷൻ ബി നവംബർ 14, ഓപ്ഷൻ സി ഏപ്രിൽ 7, ഓപ്ഷൻ ഡി ഏപ്രിൽ 11. ആർക്കെങ്കിലും ഇതിനുത്തരം അറിയാവോ? ലോക ഹൃദയ ദിനം എന്നെന്ന് ചോദിച്ചാൽ അതിനുത്തരം സെപ്റ്റംബർ 29. അപ്പൊ ലോക ഹൃദയ ദിനം എന്നാ കുട്ടികളെ? ലോക ഹൃദയ ദിനം എന്നെന്ന് ചോദിച്ചാൽ അത് സെപ്റ്റംബർ 29. കുട്ടികളെ, ഗർഭസ്ഥ ശിശുവിൽ ആദ്യമായിട്ട് വളരുന്ന അവയവം ഏതാ? ഗർഭസ്ഥ ശിശുവിൽ ആദ്യമായിട്ട് വളരുന്ന അവയവം ഹൃദയവാ. അപ്പൊ ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു ഭാഗവേദ? അത് ഹൃദയവാ. അപ്പൊ രക്തപരിചയന വ്യവസ്ഥയുടെ കേന്ദ്രം എവിടാ? അതും ഹൃദയവാ. മനുഷ്യ ശരീരത്തിലെ പമ്പെന്നറിയപ്പെടുന്ന ഭാഗവും എന്ത് തന്നെ? അതും ഹൃദയം തന്നെ. അപ്പൊ ലോക ഹൃദയ ദിനം എന്നാ? അത് സെപ്റ്റംബർ 29. അപ്പൊ കുട്ടികളെ, നവംബർ 14ന്റെ പ്രത്യേകത എന്തുവാ? നവംബർ 14ന്റെ പ്രത്യേകത എന്തുവാ? അത് ലോക പ്രമേഹ ദിനം. അപ്പൊ ഹൃദയ ദിനം സെപ്റ്റംബർ 29. അപ്പൊ ലോക പ്രമേഹ ദിനം നവംബർ 14. അപ്പൊ ഏപ്രിൽ 7 എന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാ? ഏപ്രിൽ 7 എന്ന ദിവസത്തിന്റെ പ്രത്യേകതയാണ് ലോക ആരോഗ്യ ദിനം. അപ്പൊ കുട്ടികളെ, ഏപ്രിൽ 11ന്റെ പ്രത്യേകത എന്തുവാ? ഏപ്രിൽ 11ന്റെ പ്രത്യേകതയാണ് ലോക പാർക്കിൻസൺസ് ദിനം. അപ്പൊ സെപ്റ്റംബർ 29 എന്തുവാ? ലോക ഹൃദയ ദിനം. നവംബർ 14 എന്തുവാ? നവംബർ 14 ആണ് ലോക പ്രമേഹ ദിനം. അപ്പൊ ഏപ്രിൽ 7 എന്തുവാ?
ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. അപ്പൊ ഏപ്രിൽ 11 എന്തുവാ? ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമാണ് ഏപ്രിൽ 11. കുട്ടികളെ 2027 LDC പരീക്ഷയ്ക്കായിട്ട് AZB അക്കാദമി ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. മിഷൻ LDC 2027 അതിലേക്ക് AZB അക്കാദമി ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ്, ഡെയിലി സ്റ്റഡി പ്ലാൻ. സെക്കൻഡ്, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്. തേർഡ്, ഡെയിലി മോക്ക് ടെസ്റ്റ്. ഫോർത്ത്, സ്പെഷ്യൽ CA സെക്ഷൻസ്. ഫിഫ്ത്ത്, മെന്റർഷിപ്പ് സപ്പോർട്ട്. സിക്സ്ത്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ്. സെവൻത്, മോട്ടിവേഷൻ സെക്ഷൻസ്. എയ്ത്ത്, കമ്പൈൻഡ് സ്റ്റഡി. ഇവിടെ എല്ലാവർക്കും അഡ്മിഷൻ അവൈലബിൾ ആണ്. താഴെ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 2 നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. എല്ലാവർക്കും ഇവിടെ അഡ്മിഷൻ അവൈലബിൾ ആണ്. നല്ല ക്ലാസ്സുകളാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മിഷൻ LDC 2027 ഇപ്പോൾ തന്നെ എല്ലാവരും അഡ്മിഷന് വേണ്ടി വിളിച്ച് അഡ്മിഷൻ എടുക്കുക. പുതിയ ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.